സേതുലക്ഷ്മിയുടെ മരണം, ഭാഗീരഥി തമ്പുരാട്ടിയുടെ അസുഖം, സ്വത്തുക്കൾ എങ്ങനെ വീതം വെക്കണമെന്ന ചർച്ച ഉദിയന്നൂരിൽ നടക്കുന്നു. സേതുലക്ഷ്മിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറയുന്ന ബാലരാമവർമ്മ, സേതുലക്ഷ്മിയുടെ മരണത്തിന് പിന്നിൽ കളിച്ചവരെ പുറത്തു കൊണ്ടുവരുമെന്ന വിദ്യാഭാരതിയുടെ വാക്കിൽ ഞെട്ടുന്ന പ്രതാപവർമ്മ, വക്കീൽ പ്രഭാകരവർമ്മ കോവിലകത്തെത്തുന്നു. സേതുലക്ഷ്മിയും ഭാഗീരഥി തമ്പുരാട്ടിയും നന്ദനയുടെ പേരിൽ എഴുതിയ വിൽപ്പത്ര വാർത്തയറിഞ്ഞ് ഞെട്ടുന്ന കോവിലകത്തുള്ളവർ. ഇനി തുടർന്ന് കാണുക. ഹലോ, രഘുനാഥ. പ്രതാപേട്ടൻ എവിടെയാ? ഞാൻ വീട്ടില്. അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഏയ് ഇല്ല. എന്തേ? അഡ്വക്കേറ്റ് പ്രഭാകരവർമ്മ കോലൂത്ത് വന്നിരുന്നു. അയാൾ നിങ്ങളുടെ കുടുംബ വക്കീലല്ലേ? എന്തിനപ്പ അയാൾ വന്നത്? പ്രശ്നം വല്ലതുണ്ടോ? പ്രശ്നമാണ് പ്രതാപേട്ട. സേതു കുടുംബത്തിനോട് വല്ലാത്തൊരു ചതി കാണിച്ചിട്ടാ പോയത്. എന്ത് പണിയാ സേതു നിങ്ങൾക്ക് തന്നത്? ഞങ്ങളെ മാത്രമല്ല, നിങ്ങളെ ബാധിക്കുന്ന കാര്യം. അതെന്താ? അവള് വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. വിൽപത്രോ? സേതുവിന്റെ എല്ലാ സ്വത്തുക്കളും ഇനി നന്ദനയ്ക്കുള്ളതാ. നീ ഒന്നുകൂടി പറഞ്ഞേ. അതെ, സേതുലക്ഷ്മിക്കായി ഉദയന്നൂർ എന്തൊക്കെ പറഞ്ഞു വെച്ചിരുന്നുവോ അത് മുഴുവൻ അവൾ ആ പെണ്ണിന് നൽകാവുന്ന വില്ലെഴുതി വെച്ചിരിക്കുക. സേതു മാത്രമല്ല, അമ്മയും അത് തന്നെ ചെയ്തിരിക്കുന്നത്. എന്ത് വെച്ചാ? അമ്മയുടെ പ്രോപ്പർട്ടീസും നന്ദനയ്ക്ക് കൊടുക്കാമെന്ന് അമ്മയും വിൽപ്പത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നീ സ്വഭാവത്തോടെയാണോ സംസാരിക്കുന്നത്? അത് വെള്ളടിച്ചിട്ടാ? എന്താ പ്രതാപേട്ട, അമ്മയും സേതുവും കൂടി അടുത്ത സമയത്ത് പോയി അയ്യര് വക്കീലെ കണ്ട് ഒപ്പിച്ച പണിയാ. അമ്പലത്തിലേക്കാണെന്ന് പ്രതിഭയോട് കള്ളം പറഞ്ഞിട്ടാ ഇവിടുന്ന് പോയത്. എവിടെ പോയതാ രണ്ടുപേരും കൂടി? രഹസ്യ സ്വഭാവമുള്ള യാത്രയല്ലേ നന്ദിനെ? ചോദിച്ചു ബുദ്ധിമുട്ടുന്ന എന്തിനാ? മോളുടെ എല്ലാ പേടികളും മാറ്റാൻ വേണ്ടി ചില ക്ഷേത്രങ്ങളിൽ പോയതായിരുന്നു ഞങ്ങള്. അതേതാ ഈ പേടി മാറ്റുന്ന ക്ഷേത്രങ്ങള്? എല്ലാത്തിന്റെ ലിസ്റ്റ് ഇപ്പൊ തന്നെ വേണോ പ്രതിഭേ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. സേതുലക്ഷ്മി ചില അണിയറ നീക്കം നടത്തുന്നതായിട്ടേ എനിക്കും ഹിന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഇത്രത്തോളം പോകുന്ന അറിഞ്ഞില്ല. തള്ളയും മോളും കൂടിയിട്ടേ കൊലച്ചതിയാണല്ലോ രഘുനാഥ നമ്മളോട് ചെയ്തത്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ആ അലപരാധി പെണ്ണിന് ഇത് വല്ലതും അറിയോ? അതൊന്നും അറിയില്ല. ആരോട് ചോദിക്കാൻ പറ്റും? എന്നാലേ ഇതിനൊരു വഴിയേ ഉള്ളൂ. ആ വിൽപത്രം അങ്ങോട്ട് കീറിക്കളയാ, എന്നിട്ട് കത്തിക്കുക. ചാരം പോലും ബാക്കി ഉണ്ടാവരുത്. അബദ്ധം പറയില്ലേ ചേട്ടാ, അത് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ, പ്രശ്നമാവും. പ്രതാപേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞങ്ങളാകെ ഇവിടെ അപ്സെറ്റ് ആയിട്ടിരിക്കുക. നമുക്കൊന്നിച്ചിരുന്നൊരു തീരുമാനം എടുത്തേ പറ്റൂ. ഞാൻ വരാം. ഞാൻ വെക്കണേ. പോകണ്ടെങ്ങനെയാ? എന്റെ കൂടി ആവശ്യമല്ലേ? ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നിന്റെ തള്ളയും കൂടപ്പറപ്പും കൂടി ചെയ്തു വെച്ച പണി എന്താണെന്നറിയോ? കുഞ്ഞമ്മേരെ സ്വത്തും നന്ദന മോൾക്ക്, വല്യമ്മേരെ സ്വത്തും നന്ദന മോൾക്ക് വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. ദ്രോഹികള്. ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ? എന്തോന്ന്? സേതുലക്ഷ്മിയെ കൊല്ലാൻ ആളെ ഏർപ്പെടുത്തുമ്പോ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? എന്താ? ഒന്നും പറയുന്നില്ല ഞാൻ. തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരാൻ നിങ്ങൾ വെല്ലുവിളിച്ചിരുന്നല്ലോ. തെളിവുണ്ടാവട്ടെ, അപ്പോൾ കൂടുതൽ സംസാരിക്കാം. സംസാരിക്കുന്നുണ്ട് ഞാൻ.
കൊലച്ചതി കൊലച്ചതി എന്ന് പറഞ്ഞാ പോരാ, വിശ്വാസവഞ്ചന സേതുലക്ഷ്മി ചെയ്തത്. സ്വത്തെല്ലാം കൈവിട്ട് പോവാന്ന് വെച്ചാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞങ്ങളുടെ മാത്രമല്ല, എല്ലാവരുടെയും കാര്യവും ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും അഗതിബന്ധത്തിന് എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. ഇതാ പെണ്ണിന് ഓർത്തിട്ട് എനിക്ക് സഹിക്കണില്ല. നമ്മുടെയൊക്കെ മുഖത്തെ കാറിത്തുപ്പുന്ന പ്രവൃത്തി അവൾ ചെയ്തത്. നമ്മളായിരുന്നല്ലോ നന്ദനയ്ക്ക് ഓപ്പോസിറ്റ് ആയി സംസാരിച്ചത്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ പ്രതാപേട്ട. വക്കീൽ എന്താ പറഞ്ഞത്? സേതു മരിച്ചതോടെ ആ വിൽപത്രം പ്രാബല്യത്തിൽ വരും. അതാ നിയമം. ഇനി അത് മാറ്റാൻ പറ്റില്ല. ഒരു വിൽപത്രവും നിയമം ഇതൊക്കെ കണ്ടുപിടിച്ചവനെ ഓടിച്ചിട്ട് തല്ലണം. അമ്മയുടെ സ്വത്തിന്റെ കാര്യത്തില് ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആശുപത്രിയിലെ പുതിയ വിശേഷം എന്താ? ആ തള്ളക്ക് വല്ല മാറ്റമുണ്ടോ? പിന്നെ ഇവിടുന്ന് ആരും അന്വേഷിച്ചു പോയിട്ടില്ല. നന്ദന അമ്മയുടെ എല്ലാ ചുമതല ഏറ്റെടുത്തിരിക്കല്ലേ. നോക്കട്ടെ അങ്ങോട്ട്. മൊത്തം അനുഭവിക്കാൻ പോകുന്ന ഇനി അവളാണല്ലോ. അക്കാര്യത്തിൽ പ്രതിഭയ്ക്ക് തെറ്റി. ഇനിയെ നമുക്കൊന്ന് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സേതുലക്ഷ്മിക്ക് പറ്റിയതുപോലെ നിങ്ങളുടെ അമ്മയും തട്ടിപ്പോയാലോ? ആ വിൽപത്രവും നടപ്പിലാവും. അപ്പ ശേഷിച്ച സ്വത്തും സ്വാഹ. അത് ശരിയാണല്ലോ. അതുകൊണ്ട് ഒന്നുകിൽ അമ്മയെ കൊണ്ട് വിൽപത്രം മാറ്റി എഴുതിക്കുക. ഈ കിടപ്പിലോ? ഞാനൊന്ന് പറഞ്ഞോട്ടളിയ. അല്ലെങ്കിൽ പുള്ളിക്കാരി ഉടനെ ഒന്നും മരിക്കാൻ പാടില്ല. അതുകൊണ്ട് ആശുപത്രി പോണം, ഡോക്ടറെ കാണണം, കാര്യങ്ങൾ അന്വേഷിക്കണം. നമ്മൾ നോക്കിയും കണ്ടു ചെയ്യുന്നു ആ പെണ്ണിന് തോന്നണം. എന്തായാലും നന്ദനോട് അടുപ്പം കാണിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതെ, ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. അടുപ്പം കാണിക്കണമെന്ന് ആരാ പറഞ്ഞത്? അകലം കുറച്ചാ മതി. അടുപ്പുണ്ടെന്ന് അവൾക്കൊരു തോന്നലുണ്ടാവണം, അത്രയും മതിനേ. ഒരുതരം ആക്ടിങ്. അതെങ്ങനെ വേണമെന്നേ പ്രതിഭ പറഞ്ഞുതരും. ഞാൻ അഭിനയകാരിയാണെന്നാണോ പ്രതാപേട്ടൻ പറയുന്നത്? ഞാൻ ഒരു കോംപ്ലിമെന്റ് തന്നതല്ലേ. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കണം. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവണം. അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും നിങ്ങളുടെ കുടുംബ വക്കീലിനെ ഒന്ന് കാണാം. പാലിക്കാൻ മാത്രമല്ല, മാറ്റി എഴുതാൻ കൂടിയുള്ളതാ നിയമവും ചട്ടവും. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അഡ്വക്കേറ്റ് പ്രഭാകര വർമ്മ. നാളെ ഞാൻ ഓഫീസിലുണ്ടാവില്ല. ജില്ലാ കോടതിയിൽ ഒരു വിസ്താരമുണ്ട്. പിന്നെ 2 ദിവസം എറണാകുളം. ഹൈക്കോടതിയിൽ കേസുണ്ടേ. എന്താ നിങ്ങള് അതിന്റെ സമൻസ് കൈപ്പറ്റിയോ? സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തിട്ട് പിന്നെ എന്തിനാ എന്റെ അഡ്വൈസ് ചോദിക്കുന്നത്? എന്താ മനസ്സിലായില്ലേ? അതെ, അതുകൊണ്ട് അതിര് തർക്കം തീർക്കാൻ ആരെയും DGP വിളിക്കോ? നിങ്ങൾ വേറെ ആളെ നോക്ക്. ശരി, ഫോൺ വെക്കേ. നമസ്കാരം സാറേ. എന്നെ അങ്ങോട്ട് പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു. ഞാനേ ഉദയന്നൂർ കോവിലകത്തെ പ്രതാപവർമ്മ. ഓ, വിദ്യാഭാരതിയുടെ ഹസ്ബൻഡ്. യെസ്. കുറെ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഒന്നും തോന്നണ്ട. സോറി ട്ടോ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇപ്പൊ തൃശ്ശൂരാണല്ലേ? അതെ. അവിടെ അച്ഛന് പ്രായമായി. പിന്നെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന സുഖവും സ്വാതന്ത്ര്യവും അതൊന്നും വേറെയാ. തീർച്ചയായും. വിദ്യാരമ്മ ആശുപത്രിയിലായതുകൊണ്ട് ഞാൻ മിക്കവാറും ഇവിടെ വരാറുണ്ട്. അമ്മായിമ്മയായാലും എനിക്ക് സ്വന്തം അമ്മയെ പോലെയാണ് സാർ. അല്ല, ആ സ്നേഹം അവർക്ക് ഇങ്ങോട്ടുണ്ടേ. പാവം സേതുലക്ഷ്മിയുടെ മരണം അമ്മയ്ക്ക് വല്ലാത്ത അടിയായിപ്പോയി. കൊച്ചു പെണ്ണായിരുന്നില്ലേ? ജീവിതത്തിന് എത്രയാ ബാക്കിയുണ്ടായിരുന്നത്? അനുഭവിക്കന്നെ. ഓർക്കുമ്പോഴേ എന്റെ കണ്ണ് നിറയുക. വിദ്യാഭാരതിയുടെ ആദ്യ ബന്ധത്തിലെ മകള് ഉദയനൂരാണല്ലേ? അതെ. ആ കുട്ടീനെ ഞാൻ തൃശ്ശൂർക്ക് വിളിച്ചതാ. എന്റെ കോലത്ത് വന്ന് താമസിക്കാനേ വന്നില്ല. നന്ദനെ വർമ്മ തൃശ്ശൂർക്ക് വിളിച്ചിരുന്നോ?
പിന്നെ ഞാൻ വിളിച്ചില്ലേ? എന്നിട്ട് അങ്ങനെയല്ലല്ലോ സേതുലക്ഷ്മി എന്നോട് പറഞ്ഞത്. സേതുലക്ഷ്മി മാത്രമല്ല, അമ്മയും അതന്നെയാ പറഞ്ഞത്. കുടുംബത്തിലെ മറ്റുള്ളവരെ പോലെ മിസ്റ്റർ വർമ്മയ്ക്കും നന്ദനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതോ അവരെന്നോട് കള്ളം പറഞ്ഞതാണോ? വക്കീല് പറഞ്ഞതിലും അവര് പറഞ്ഞതിലും ശരിയുണ്ട് എന്ന് കരുതിയേ ആ കുട്ടിയെ എനിക്ക് ശത്രുവൊന്നുമല്ല. ഒന്നില്ലെങ്കിലും എന്റെ ഭാര്യയുടെ മകളല്ലേ സാറേ. സാറേ, ഒരു മനുഷ്യന് ഏറ്റവും വലിയ സ്വത്ത് എന്താ? പണമോ പത്രാസോ ഒന്നുമല്ല. ആത്മാഭിമാനം. ആ ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരാളാ താങ്കളുടെ മുമ്പിൽ പിരിക്കണത്. കുടുംബ വക്കീലിന് അറിയാലോ ഉദയന്നൂരിലെ പഴയ കഥകളൊക്കെ. വിദ്യാഭാരതിനെ ഞാൻ വേളി കഴിച്ചത് ത്യാഗമായിട്ടൊന്നുമല്ല. ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും സ്വത്തിന്റെ കാര്യത്തില്. അതേസമയം ഞാൻ വിദ്യയെ സ്നേഹിച്ചു, എന്റെ മക്കളെ സ്നേഹിച്ചു. എല്ലാം ആരും പറയില്ല. അല്ല, ഏറെക്കുറെ എനിക്കറിയാം. എന്നെ അടച്ചാക്ഷേപിക്കുന്ന പല നടപടികളും ഭാഗീരഥി അമ്മയുടെയും സേതുലക്ഷ്മിയുടെയും ഭാഗത്തുനിന്നുണ്ടായി. അതിലേറ്റവും ഒടുവിലത്തേതാണ് സേതുലക്ഷ്മി തയ്യാറാക്കിയ വിൽപത്രം. എന്റെ അഭിമാനത്തിന്റെ ശവപ്പെട്ടിയുടെ മേലെ സേതു അടിച്ച അവസാനത്തെ ആണിയാണ് സാറേ ആ വിൽപത്രം. അതെ, ഞാൻ കൂടുതൽ വിവരിച്ച് സാറിന്റെ സമയം കളയുന്നില്ല. നേരെ കാര്യത്തിലേക്ക് അങ്ങോട്ട് കിടക്കാം. സേതുവിന് വേണ്ടി സാറ് തയ്യാറാക്കി രജിസ്റ്റർ ചെയ്ത ആ വില്ലിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ? എങ്ങനെ എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്? ആ വിൽപത്രം അസാധുവാക്കിക്കൂടെ സാറേ? എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വർമ്മ എങ്ങനെ? നിയമത്തിന് ധാരാളം പഴുതുകളില്ലേ സാറേ? അതെ, അഡ്വക്കേറ്റ് പ്രഭാരവർമ്മ കോട്ടിടുന്നതേ നിയമത്തിന്റെ പഴുതുകൾ അടയ്ക്കാൻ കൂടിയാ. ഞാനാണ് ആ വിൽപത്രം രജിസ്റ്റർ ചെയ്തതെങ്കിൽ അതിൽ പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിരിക്കും. ആയിക്കോട്ടെ, തർക്കിക്കുന്നില്ല. നിയമം അതിന്റെ വഴിക്ക് പോട്ടെ, വില്ല് പ്രാബല്യത്തിലുമാകട്ടെ. പക്ഷേ വക്കീൽ സാറ് വിചാരിച്ചാൽ മറ്റൊരു ഫേവർ എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. സേതുലക്ഷ്മി ഇങ്ങനെ ഒരു വിൽപ്പത്രം എഴുതിയത് നന്ദന അറിയാതിരുന്നാ മതി. അതായത് താങ്കള് അറിയിക്കാതിരുന്നാ മതി. അല്ല, അറിയിക്കാതിരുന്നാൽ? അങ്ങനെ കുറച്ചു കാലങ്ങൾ മുന്നോട്ട് പോട്ടെ, പിന്നീട് ആലോചിക്കാൻ ബാക്കി കാര്യങ്ങള്. വെറുതെ സഹായിക്കണ്ട. ഇത്രയും സീനിയറായ വക്കീലിന് ഈ വാടക കെട്ടിടത്തിൽ നിന്ന് ഓഫീസ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറണ്ട. ടൗണില് കണ്ണായ സ്ഥലത്ത് ഏത് കെട്ടിടം വേണമെന്ന് ഒന്ന് ചൂണ്ടിക്കാണിച്ചു തന്നാ മതി. പിറ്റേന്ന് അതെ ഞാൻ താങ്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു തരും. അതോ ഈ വാടക കെട്ടിടം സ്വന്താക്കണോ? ഞാൻ ഏർപ്പെടാക്കാം. ഇനി അതല്ല, തുകയായിട്ട് വേണമെങ്കിൽ മതി 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 മതി. നിങ്ങൾ കയറി വന്ന സ്ഥലം തെറ്റിപ്പോയി, ആളും മാറിപ്പോയി. ഇങ്ങോട്ട് പോരും മുമ്പ് എന്നെ കുറിച്ച് ശരിക്കും അന്വേഷിക്കണമായിരുന്നു. അല്ല സാറേ. നോ 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 നോ. ജൂനിയറായി പ്രാക്ടീസ് തുടങ്ങിയ കാലം മുതൽ ഉദയന്നൂരെ പല കേസുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത്ര ഇല്ലെങ്കിലും ഓലോത്ത അമ്മ വിളമ്പി തന്ന ചോറ് പലതവണ ഉണ്ടിട്ടുണ്ട്. നന്ദികേട് കാണിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ലടോ. സാറ് എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങളോട് ഗെറ്റ് ഔട്ട് എന്ന് പറയാത്തത് എന്റെ മാന്യത. മനസ്സിലായി എന്ന് വിചാരിക്കണു. ശരി. അഡ്വക്കേറ്റ് പ്രഭാകരവർമ്മ നമ്മുടെ വഴിക്ക് വരില്ല എന്ന് എനിക്കറിയായിരുന്നു. സത്യവാന്മാരായ ഈ ജാതി വക്കീൽമാരുള്ളതാ നമ്മുടെ ഈ നാട് ഗുണം പിടിക്കാത്തത്. അപ്പൊ പിന്നെ അടുത്ത വഴി എന്താ? ആ വഴിയിലേക്കാണ് നമ്മൾ പോണത്. ആശുപത്രിയിലേക്ക് വിട്.
വീട്ടിലേക്ക് പോയിക്കോ. കുറവില്ലെങ്കിൽ അടുത്ത ദിവസം വന്നാ മതി. അമ്മ എഴുന്നേക്ക്. പതുക്കെ. ശരി മോളെ. ഡോക്ടർ ആ വരൂ, ഇരിക്കൂ. ഇരിക്കളിയാ. ഞങ്ങള് ഭാഗീരഥി അമ്മയുടെ മനസ്സിലായി. നിങ്ങളെ ആരും 4-5 ദിവസമായിട്ട് ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ. പേഷ്യന്റിനെ ഉപേക്ഷിച്ച മട്ടാണോ? നിങ്ങളുടെ അമ്മയല്ലേ അത്? ഇവര് രണ്ടുപേരെ മക്കള്. ഞാനേ സണ്ണിലോയ. ആയിക്കോട്ടെ. ഒരു പെൺകുട്ടി മാത്രം ഉണ്ട് ആ സ്ത്രീയുടെ അടുത്ത്. നേഴ്സുമാരോടും ഡോക്ടർമാരോടും ആ കുട്ടി അനാഥയെ പോലെ അമ്മയ്ക്ക് വേണ്ടി യാചിക്കുന്നത് കാണാം. എവിടെയായിരുന്നു നിങ്ങളൊക്കെ? ഞങ്ങളുടെ സിസ്റ്റർ മരിച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ ഡോക്ടർ. സേതുലക്ഷ്മി, ആ കുട്ടിയുടെ സഞ്ചയനവും മറ്റുമായി ഓട്ടത്തിലായിരുന്നു ഞങ്ങള്. ജീവിച്ചിരിക്കുന്നവരെ ഉപേക്ഷിച്ചിട്ടാണോ മരിച്ചവരുടെ ചടങ്ങുകൾ? വളരെ ശ്രദ്ധയോടെ ഭാഗീരഥി അമ്മയെ പരിചരിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. സത്യത്തിൽ ആ പെൺകുട്ടിയെ സമ്മതിക്കണം. എത്ര കെയർഫുൾ ആണെന്നറിയോ ആ അമ്മയുടെ കാര്യത്തിൽ. യെസ് മേഡം, ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് അമ്മേരെ അടുത്തേക്ക്. ശരി. അതെ, ആ, വാളിയമ്മ. പറയൂ. വെല്ലുളിയ, ഒന്നിങ്ങോട്ട് വന്നേ. വാ. സിസ്റ്റർ ഇപ്പൊ എങ്ങനെയുണ്ട്? BP വേരി ചെയ്യുന്നുണ്ട്. മുത്തശ്ശി, അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ? ഇല്ല. ഞങ്ങൾ ഡോക്ടറെ കണ്ടിരുന്നു. നന്ദന അമ്മയെ നന്നായി കെയർ ചെയ്യുന്നുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. 2-3 ദിവസം നന്ദന ശരിക്കും ബുദ്ധിമുട്ടിയില്ലേ? അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. സേതുവിന്റെ സഞ്ചയനത്തിന്റെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാ വരാതിരുന്നത്. സാരമില്ല. ഇവിടെ എന്തെങ്കിലും അസൗകര്യം? ഏയ്, അസൗകര്യം മാത്രമല്ല, ആവശ്യങ്ങളുണ്ടെങ്കിൽ പറയണം. പൈസ ഉണ്ടോ കയ്യിൽ? ഉണ്ട്. ദാ ഇത് വച്ചോ. വേണ്ട, എന്റേലും ഉണ്ട്. എന്നാലും ഇരിക്കട്ടെ, വേണ്ടി വന്നാലോ? വാങ്ങിച്ചോ, മനസ്സുകൊണ്ട് തരുന്നതല്ലേ. പൈസയുടെ ആവശ്യമില്ലപ്പോ. എന്തായാലും എടുത്ത കാശ് ഞാൻ തിരിച്ചു വെക്കുന്നില്ല. ദാ ഇവിടെ ഇരിക്കട്ടെ. പണം വേണ്ട. കുഴപ്പമില്ല, അതവിടെ ഇരുന്നോട്ടെ. നന്ദന ഇത്ര സിൻസിയർ ആണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. രഘു, ചില കാര്യങ്ങൾ അങ്ങനെയാ, തിരിച്ചറിയാൻ വൈകും. കുട്ടി വിചാരിച്ച ഞങ്ങളുടെ അമ്മയെ രക്ഷിക്കാൻ കഴിയും. അതിനുവേണ്ടി നന്ദന ശ്രമിക്കണം. അമ്മയെ രക്ഷിക്കണം. നന്ദന അമ്മയുടെ അടുത്തുള്ളതാ ഞങ്ങളുടെ ഒരേയൊരു സമാധാനം, അല്ലേ ഏട്ടാ? ഷുവർ. എന്നാ
ഞങ്ങൾ ഇറങ്ങുക